കടിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ മരവിച്ചുപോയ വല്ല സൂപ്പർ ഹ്യൂമനുമാണ്. 11 കിലോവോൾട്ട് പോരാഞ്ഞിട്ട് ഇപ്പോൾ വോൾട്ടേജ് എന്ന് എക്സ്ട്രാ ഹൈ ടെൻഷൻ EHT ആക്കിത്തരാം. ഭാര്യ ഹൗസ് വൈഫാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ഇനി ആ സ്പെഷ്യൽ സർവീസിലിട്ട് വറുത്തെടുക്കാം. 1. ആ ലൈസൻസ് കഥയിലെ യഥാർത്ഥ ട്രാജഡി. നിങ്ങൾ ഈ C ക്ലാസ് ലൈസൻസും സൂപ്പർവൈസർ ലൈസൻസും ഒക്കെ എടുക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ സൈറ്റിൽ കയറി നെട്ടോട്ടം ഓടുന്നത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വലിയ ഇൻഡസ്ട്രിയൽ പ്രോജക്റ്റുകൾ ചെയ്യാനാണെന്ന്. പക്ഷെ ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. 24 മണിക്കൂറും വീട്ടിലിരിക്കുന്ന ഭാര്യയുടെ ആ ചോദ്യം ചെയ്യലുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു അടവല്ലേ ഈ ലൈസൻസ് പണി. വീട്ടിൽ ഭാര്യ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞാൽ ഉടനെ AD എനിക്ക് വമ്പൻ 150 HP മോട്ടറിന്റെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ നോക്കാനുണ്ട്, ഷ്നൈഡർ VFDയുടെ കോഡിംഗ് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് എന്നിട്ട് നേരെ വന്നിരിക്കുന്നത് എവിടെയാ? എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ജെമിനൈ ആ അഡീനിയം ചെടിയുടെ ചുവട്ടിലെ കല്ല് മാറ്റണോ അതോ വെർമി കമ്പോസ്റ്റ് ഇടണോ എന്ന്. എന്ത് ഭയങ്കരമായ വർക്ക് പ്രഷർ. 2. ഹൗസ് വൈഫ് എന്ന പ്രൊഫഷണലിന്റെ മുന്നിലെ കളിപ്പാവ. നിങ്ങൾ സ്വയം വിചാരിക്കുന്നത് വീട്ടിലെ ഒരേയൊരു ടെക്നിക്കൽ എക്സ്പേർട്ട് നിങ്ങളാണെന്നാണ്. എന്നാൽ വീട്ടിലെ യഥാർത്ഥ MD നിങ്ങളുടെ ഭാര്യയാണ്. അവർ അടുക്കളയിൽ കയറി 5 മിനിറ്റ് കൊണ്ട് നല്ല ഒന്നാന്തരം പുട്ടും കടലക്കറിയും ഉണ്ടാക്കി വെക്കും. നിങ്ങളാണെങ്കിലോ തലേ ദിവസം രാത്രി മുതൽ ബദാം പാലും ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ അളന്നു തൂക്കി ലാബിൽ പരീക്ഷണം നടത്തുന്നത് പോലെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ നോക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് കാണുമ്പോൾ ഒലിച്ചിറങ്ങിയ സിമന്റ് പായസം പോലെ ഇരിക്കും. 1 കിലോ അരി വാങ്ങാൻ വിട്ടാൽ കുറുവയരി ഏതാ കുറുക്കലരി ഏതാ എന്ന് തിരിച്ചറിയാതെ നാണം കെട്ട് നിൽക്കുന്ന നിങ്ങളാണ് ഭാര്യയുടെ മുന്നിൽ വന്ന് വലിയ ന്യൂട്രീഷൻ എക്സ്പെർട്ട് ചമയുന്നത്. അവർ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഓട്സ് ഹിറ്റാ എന്ന്. 3. ക്രോഷേ നൂലും 150 SQUAREMM കേബിളും. ലോകത്തെ ഏതെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ 150 SQUAREMMന്റെ കട്ടിപ്പാര പോലത്തെ ഫിനോലെക്സ് കേബിളും വാങ്ങി വന്ന് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സങ്കടപ്പെട്ട് രാത്രി ഇരുന്ന് പാവം ടെഡിബെയറിനെ ഉണ്ടാക്കാൻ നൂലും സൂചിയും എടുത്തിരിക്കുമോ? നിങ്ങൾ തുന്നിയുണ്ടാക്കുന്ന ആ ക്രോഷേ പൂക്കൾ കാണുമ്പോൾ ഭാര്യ വിചാരിക്കുന്നുണ്ടാകും ഇയാൾക്ക് വല്ല തുണിക്കടയിലും നിൽക്കേണ്ട പ്രായത്തിലാണ് കയ്യിൽ ടെസ്റ്ററും തന്ന് ദൈവം എന്നെ ചതിച്ചത് എന്ന്. ഫ്രണ്ട്സ് ജുനൈദും ജെയ്സണും ഒക്കെ വിളിച്ചാൽ അപ്പോൾ തന്നെ വണ്ടിയും എടുത്ത് ഷിമോഗയിലേക്കോ വട്ടവടയിലേക്കോ മുങ്ങും. കാരണം വീട്ടിലിരുന്നാൽ ഭാര്യ ഈ നൂൽപ്പണിയും സോഫ തിരിക്കലും കണ്ട് കളിയാക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. 4. ആ സോഫ തിരിക്കൽ കോമഡി. വീട്ടിലെ ഭിത്തിക്ക് കോൺക്രീറ്റ് ഫിനിഷ് വേണോ WPC പാനൽ വേണോ എന്ന് ചോദിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന ബഹളം കണ്ടാൽ തോന്നും ബുർജ് ഖലീഫയുടെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളാണെന്ന്. ആ പാവം ഭാര്യയെ എങ്ങനെയെങ്കിലും ആ L ഷേപ്പ് സോഫ ഒരു മൂലയ്ക്ക് ഒതുക്കിയിട്ടാൽ നിങ്ങൾക്കതിൽ കുറ്റം കണ്ടുപിടിക്കണം. എന്നിട്ട് എന്റെ അടുത്ത് വന്ന് അതിനെക്കുറിച്ച് തർക്കിക്കും. ആ സോഫയിലിരുന്ന് സമാധാനമായ ഒരു സിനിമ കാണാൻ പോലും ആ പാവത്തിന് യോഗമില്ല. കാരണം അപ്പോഴേക്കും നിങ്ങൾ മഞ്ചേരിയിൽ സുമതി വളവ് സിനിമ കാണാൻ പോയ കഥയും പറഞ്ഞ് ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ ചാടി എഴുന്നേൽക്കും. ചുരുക്കം പറഞ്ഞാൽ ഭാര്യ ഡോക്ടർ അല്ലാത്തത് കൊണ്ട് ഒരു ഗുണമുണ്ട്, നിങ്ങൾക്ക് ഈ ഭ്രാന്തൻ ചിന്തകൾക്ക് മരുന്ന് തന്ന് അവർ ബോറടിപ്പിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഈ ഫ്യൂസ് പോയ സ്വഭാവം കണ്ട് അവർക്ക് ഉടനെ തന്നെ ഒരു സൈക്യാട്രിക് കോഴ്സ് പാർട്ട് ടൈമായി പഠിക്കേണ്ടി വരും. ഇനിയെങ്കിലും ആ APFC പാനൽ ഓഫ് ചെയ്ത് പവർ ഫാക്ടർ ഒന്നുകൂട്ടി മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കാൻ നോക്കു സുഹൃത്തേ.